പോകേണ്ടത് UBC കൈനകരി. UBC കൈനകരി ഇന്ന് 2 ടീമാണ് ഇത്തവണ വരുന്നത്. ആ 2 ടീമുകളും കഴിഞ്ഞ തവണ തുഴഞ്ഞ അതേ വള്ളവുമായിട്ടാണ് വരുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ ഓരോ സീസണിലും ഇവര് വള്ളങ്ങളൊക്കെ മാറി മാറി പരീക്ഷിക്കാറുണ്ട്. പക്ഷേ UBCയും VBCയും വില്ലേജ് ബോട്ട് ക്ലബും യുണൈറ്റഡ് ബോട്ട് ക്ലബും രണ്ടും അക്കരെ ഇക്കരെയാണ്. അവർ രണ്ടുപേരും അതേ ടീമുമായി കഴിഞ്ഞ തവണ മത്സരിച്ച അതേ വള്ളവുമായി എത്തുമ്പോ ആവേശം അവരെ സംബന്ധിച്ച് കൈനകരിക്കാരെ സംബന്ധിച്ച് അതൊരു വികാരപരമായ നിമിഷമാണ്. ആര് ജയിച്ചാലും അവർക്ക് സന്തോഷമാണ്. പക്ഷേ UBC നമുക്കറിയാവുന്ന പോലെ ചരിത്രം എത്ര തവണ കുറിച്ചിരിക്കുന്നു. VBC കമ്പാരിറ്റീവ്ലി പുതിയ ടീമാണ്. പക്ഷെ എങ്കിൽ പോലും അവർ കഴിഞ്ഞ സെക്കൻഡ് എത്തി. മില്ലി സെക്കൻഡ് രണ്ടാമതായി പോയത് അവരാണ്. തീർച്ചയായിട്ടും വിയപുരത്തിലാണ് അവർ വരുന്നത്. കഴിഞ്ഞ സങ്കടമുണ്ടല്ലോ, അതൊന്നും തീർത്താ സങ്കടമാണ്. നമ്മുടെ സുഹൃത്തിന്റെ നമ്മുടെ മാധ്യമ മേഖലയിൽ തന്നെയാണ് സുഹൃത്താണ്. അവൻ അതിൽ തുഴയുന്ന ആളാണ്. അപ്പൊ അവൻ ചങ്ക് പറിച്ച് തുഴയും. അപ്പൊ അവൻ എന്നോട് ഞാൻ സംസാരിച്ച് പറയാണ്, നീ നോക്കിക്കോ ഇത്തവണ വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ അടിക്കും. ഭയങ്കര കണ്ണീര് നിറഞ്ഞ നിമിഷമായിരുന്നു. അന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തില്ല. കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യാതെ ഞാൻ ഇവിടെ ഈ ഗാലറിയിൽ ഇരുന്ന ആവേശം മുഴുവൻ അതേപടി ഏറ്റുവാങ്ങിയായിരുന്നു. അന്ന് 0.004 സെക്കൻഡ് എന്ന് പറയുന്ന മൈക്രോ സെക്കൻഡ്സിന് വിയപുരവും അവരുടെ ആ വള്ളവും രണ്ടാമതായി പോയപ്പോ അവരുടെ ഹൃദയം പൊട്ടുന്നത്, അവരുടെ ആരാധകരുടെ ഹൃദയം കോമ്പിനേഷൻ വല്ലാത്ത കോമ്പിനേഷൻ. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും കാരിച്ചാൽ ചുണ്ടനും അതൊരു വല്ലാത്ത കോമ്പിനേഷൻ, ഭയങ്കര കോമ്പിനേഷൻ ആയിരുന്നു. കാരണം കാരിച്ചാലും PBCയും, കാരിച്ചാൽ വള്ളങ്ങളിലെ മോഹൻലാൽ, PBC ടീമുകളിലെ മമ്മൂട്ടി, അങ്ങനെ അത്ര ഗംഭീരമായ ഒരു ടീമുമായി അവരെത്തി. പക്ഷേ VBCയും വിയപുരവും അന്ന് ഒരു കറുത്ത കുതിരയാവുകയായിരുന്നു ചെയ്തത്. വിയപുരം അടിപൊളി ചുണ്ടനാണ്, പുതിയ ചുണ്ടനാണ്. ചരിത്രം കുറിച്ചിട്ടുള്ള ഈ വന്ന വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ചരിത്രത്തിൽ ഇടം നേടാൻ പറ്റി. എപ്പോ വേണമെങ്കിലും ഈ വിയപുരത്തിന്റെ പ്രത്യേകത ഞാൻ റിപ്പോർട്ട് ചെയ്ത സീസൺ തൊട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്താണ്, ഏത് നിമിഷം വേണമെങ്കിലും ഒന്നാമതെത്താൻ കപ്പാസിറ്റി ഉള്ള വള്ളമാണ്. അത്ര ഗംഭീര വള്ളം. അപ്പോ വിയപുരവും VBCയും ഒപ്പം UBCയും ഒക്കെ അവിടെ റെഡിയാണ്. തലവടി ചുണ്ടലിലാണ് UBC എത്തുന്നത്. തലവടിയും ഈ പറയുന്ന പോലെ കുട്ടനാട്ടുകാരുടെ ഹൃദയ വികാരം ഏറ്റുവാങ്ങുന്ന പുതിയ ചുണ്ടനാണ്. താരതമ്യേന 2-3 വർഷമേ ആയിട്ടുള്ളൂ നീറ്റിൽ ഇറങ്ങിയിട്ട്. ചെറിയ ചുണ്ടനാണ്, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. തലവടിയാണ് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ചുണ്ടൻ. അപ്പോ തലവടി ചുണ്ടനും UBCയും VBCയും വിയപുരവും കൂടിയുള്ള ആ ഡയർ കോമ്പിനേഷനുമായി കൈനകരിക്കാർ ഇങ്ങോട്ട് എത്തുമ്പോ നമ്മൾ കൈനകരിയിലേക്ക് പോകണം. നമ്മുടെ ആവേശ കമ്മിറ്റി ഉണ്ട്. വിനോദ് പറഞ്ഞിറങ്ങിയോ കൈനകരിയിലേക്ക്? മോർണിംഗ് കൈനകരിയുണ്ട്, ആഘോഷമാണോ രാവിലെ? നീറ്റിലിറങ്ങിയിരിക്കുന്നു. UBC കൈനകരി തുഴയുന്ന ചുണ്ടൻ വള്ളം ഇതാ നീറ്റിലിറങ്ങിയിരിക്കുകയാണ്. നമുക്ക് തലവടി ചുണ്ടൻ ആ ഒരു ആവേശം തന്നെയാണ്. നമുക്ക് ഒരു പക്ഷേ ശ്രീജ നമുക്ക് ഈ 2 ദിവസങ്ങളായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആർപ്പിട്ടു. അവരങ്ങ് ഇറങ്ങുകയാണ് രാജകീയമായിട്ട്. വിനോദേ കണ്ടിന്യൂ. തീർച്ചയായിട്ടും നെഹ്റു ട്രോഫി കപ്പ് UBC കൈനകരി കരയിൽ കൊണ്ടുവരും.
12 തവണ കപ്പ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു ട്രോഫിയിൽ കൊണ്ടുവന്നിരിക്കുന്ന UBC ആണ്. അതിന്റെ ആ ഒരു ആവർത്തനം ഇത്തവണ ഉണ്ടായിരിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. സംശയം വേണ്ട ശ്രീജ, അങ്ങനെ തന്നെയാണ്. തലവടി ചുണ്ടനാണ് UBC കൈനകരി തുഴയുന്നത്. അതിന്റെ കരുത്തരായ പോരാളികളാണ് നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത്. അവർ 12 തവണ കപ്പടിച്ചിട്ടുള്ള തുഴച്ചിൽ ടീമാണ്. അവര് ഇപ്പോഴും കപ്പടിക്കുമെന്ന വലിയ ആത്മവിശ്വാസം പുലർത്തുകയാണ്. ഏതായിരുന്നാലും ശ്രീജ പാടിയതുപോലെയല്ല, അത് കുറെയൊക്കെ മാറ്റമുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ശരിയായിട്ടുള്ള ഒരു പാട്ട് കേട്ടത്. ശ്രീജ ഇന്നലെ പാടിയത് ഞാൻ അതൊന്നും കുറച്ചുകൂടെ വൃത്തിയായിട്ടും കൃത്യമായിട്ടും കേൾക്കാൻ പറ്റി. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. പക്ഷെ നമുക്ക് ശ്രീജ വലിയ ആവേശമായിരുന്നു. കാരണം ഒരുപക്ഷെ ഈ മകളും മരുമകളും ശരണ്യ മകള് അതായത് ഈ മകളും മരുമകളുമായുണ്ടല്ലോ, ശ്രീജ ഈ നാടിന്റെ മരുമകളും ശരണ്യ മകളുമാണ്. എൽദോ നമ്മളാണ് പുറത്തു നിന്നുള്ളത്. പക്ഷേ അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ ആലപ്പുഴയുടെ മരുമകളാണ്, ആലപ്പുഴയുടെ മകളാണ്. ഇവിടെ വൻ ഷോയായിരുന്നു. ഞാനും വിനോദം കിടന്നിട്ട് പെട്ട്. അതെ 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 തീർച്ചയായിട്ടും. പക്ഷെ അവർ രണ്ടുപേരും വളരെ കാര്യമായിട്ട് അതിന്റെ ഒരു ചരിത്രവും കാര്യങ്ങളും എല്ലാം തന്നെ പറഞ്ഞു. അരുൺ പാലോടാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ മീറ്റിലിറങ്ങിയ തലവടി ചുണ്ടൻ. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. അതിന്റെ ഒരു മനോഹാരിത, ഉദയസൂര്യന്റെ കിരണങ്ങൾ ആ തലവടി ചുണ്ടനിൽ പതിക്കുകയാണ്. ഇന്ന് ജലരാജാവാകാനുള്ള മത്സരത്തിൽ തലവടി ചുണ്ടൻ വലിയ ആവേശത്തോടുകൂടി ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ഈ പ്രഭാതത്തിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാഴ്ചയാണ്. തലയെടുപ്പോടുകൂടി ഇതാ ജലപ്പരപ്പിൽ, ഓളപ്പരപ്പിൽ തലവടി ചുണ്ടൻ നിൽക്കുന്നു. അതിന്റെ തുഴച്ചിൽക്കാർ ഇതാ ഇവിടെ കരുത്തന്മാർ അവരിതാ ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ ഒരു കാര്യം കൂടി വള്ളത്തിന്റെ ചില വിശദാംശങ്ങളിലേക്ക് വരാം. ഞാൻ ശ്രീജയും ഞാനും ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. നിങ്ങൾ കൈനേരിക്ക് വിടാന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് കൈനേരി പോയാൽ മതിയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും തള്ളിയാൽ മതിയായിരുന്നു. നമ്മൾ പോവാനല്ലേ ആദ്യം പ്ലാൻ ഇട്ടേ. ആവേശം കാണുമ്പോ മിസ് ചെയ്യുന്നല്ലേ ശരിക്കും. തീർച്ചയായിട്ടും അതൊരു അവസരം കിട്ടുക എന്നുള്ളതാണല്ലോ. നിങ്ങൾ അവിടെ സൗകര്യത്തിന് നിൽക്കാൻ നോക്കിയതാണല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ വലിയൊരു കാഴ്ചയാണ് എനിക്ക് കിട്ടിയത്. ജീവിതത്തിൽ നമുക്ക് അങ്ങനെ കിട്ടുന്ന കാഴ്ചയല്ല. കാരണം ഒരു ചുണ്ടൻ വള്ളം വീട്ടിലിറക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. എൽദോ നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടെ കാണാം. കാരണം അത്രയും മനോഹരമാണ്. ഇതാ ബോട്ടുകൾ പോകുന്നുണ്ട്, ആളുകൾ പോകുന്ന ശിക്കാര വള്ളങ്ങളുണ്ട്. അതിനിടയിൽ ഇതാ തലയെടുപ്പോടുകൂടി തലവടി ചുണ്ടൻ നിൽക്കുന്നുണ്ട്. UBC കൈനകരി അത് ഒരു ചെറിയ ടീമല്ല. UBC കൈനകരി എന്ന് പറയുന്നത് കരുത്തിന്റെ പ്രതീകമാണ്. അവർ തുഴഞ്ഞപ്പോൾ 12 തവണയാണ് കപ്പടിച്ചത്. ഒരു ചെറിയ കാര്യമല്ല. അങ്ങനെ ഒരു വലിയ ടീമാണ് ഇന്ന് തുഴയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ വള്ളത്തിന്റെ ചില വിശദാംശങ്ങളിലേക്കാണ്. 127 അടി നീളവും 52 അങ്കുലം വീതിയും 18 അങ്കുലം ഉൾത്താഴ്ചയും ഉള്ളതാണ് തലവടി ചുണ്ടൻ. 83 തുഴച്ചിൽക്കാരും 5 പങ്കായക്കാരും 9 നിലക്കാരും ഉൾപ്പെടെ 97 പേർ ഈ വള്ളത്തിലുണ്ട്. അതാണ് നമ്മുടെ വള്ളംകളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപക്ഷെ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു കായിക വിനോദം അല്ലെങ്കിൽ അങ്ങനെ ഒരു മത്സരം, അതിന്റെ ഒരു കാഴ്ചയിലേക്കാണ്